ഹായ് എവരി വൺ, നട്ടപ്പാതിര വീഡിയോ. അപ്പോൾ ഇന്ന് ഉണ്ടായ കുറച്ച് സംഭവങ്ങളും ഇന്ന് ഞാൻ കാണാനിടയായ കുറച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോസും അതിൻ്റെ കമൻറ്റ് ബോക്സും പോസ്റ്റുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു നട്ടപ്പാതിര വീഡിയോ. തുടക്കം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ആറാട്ടെണ്ണം റിലേറ്റഡ് ആയിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ മെസ്സേജ് അയച്ച് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കമൻറ്റിലും ഇങ്ങനെ ആറാട്ടെണ്ണനെ കുറിച്ച് ചോദിക്കുന്നത് കണ്ടു. ആറാട്ടെണ്ണൻ്റെ കോടതി പരിപാടികൾ ഇന്നും സ്റ്റക്കാണ്. ബിക്കോസ് പോലീസുകാരിപ്പോഴും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല, റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുത്തിട്ടില്ല. അവരത് ഡ്രാഗ് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ ആറാട്ടെണ്ണൻ്റെ വിഷയം ഇന്ന് കൊടുത്തു എന്നാണ് അറിഞ്ഞത്. വൈകിട്ടോടുകൂടി പോലീസ് റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് നാളെ എന്താണെങ്കിലും കോടതിയിൽ ഹിയറിംഗ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് ആറാട്ടെണ്ണൻ്റെ സിസ്റ്റർ കൊച്ചിയിലെത്തി. ഓക്കെ. അപ്പം ഇനി അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി ചെയ്തോളും. അത് ഞാൻ ആദ്യമേ കുറച്ച് അധികം ആളുകൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് കാണാനിടയായ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ശ്രദ്ധിച്ചവർ ചിലപ്പോൾ കണ്ടു കാണും. ഞാനതിൽ സിനിമയിലെ പ്രമുഖരായ കുറച്ച് വ്യക്തികൾ കമൻ്റ് ഇട്ട ഒരു പോസ്റ്റ് എടുത്തു വെച്ച് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് ജിംഷി ഖാലിദ്, ഖാലിദ് റഹ്മാൻ്റെ ബ്രദറാണ് ഐ തിങ്ക്. ജിംഷി ഖാലിദ് ഇട്ട ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ ഞാൻ നോക്കുന്ന സമയത്ത് കമൻറ്റ് ബോക്സിനകത്ത് മനോരമ ന്യൂസിൽ വന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. നസ്ലിന് ഉളുപ്പ് വേണം, നാട്ടിലെ മൊത്തം പിള്ളേരെയും ഇതൊക്കെ അടിച്ചു നടക്കട്ടെ എന്നാണോ, കഞ്ചാവ് പ്രതിക്കാണോ ലവ് എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു കുറേ പേര് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലെയർ അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം കാര്യം സംസാരിക്കാനുള്ളത്, ജിംഷി ഖാലിദ് പോസ്റ്റ് ഇട്ട സമയത്ത് അതിനടിയിൽ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്, അവരുടെ സ്റ്റാൻഡ് എന്താണ്, അവരെങ്ങനെ അതിന് എടുക്കുന്നു എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സ് ഞാനിവിടെ വയ്ക്കാം. അതിനകത്ത് ഡാബ്സി, നസ്ലിൻ, ശ്രീനാഥ് വാസി എപ്പിക് സാധനം, പുട്ട് മൈ പിക്ക് ഓൾസോ അതാണ്. അപ്പോൾ ജിംഷി ഖാലിദ് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് ലുക്ക് ബാക്ക് ഡാഗ്, ഐ ആം റബ്ബിങ് ഓൺ യുവർ ഷോൾഡേഴ്സ്. ഓക്കെ. ലുക്മാൻ അവറാൻ, അങ്ങനെ കുറേ അധികം പേര് ഇതിനകത്ത് കമൻറ്റ് തീയിട്ടിട്ടുണ്ട്, തിജ്ജിട്ടിട്ടുണ്ട്, ലവ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പോസ്റ്റ് നിൽക്കുമ്പോൾ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ട് വെളുപ്പിക്കുന്നതിനൊരു അതിരില്ലേ, മനസ്സിലായ? ഇത് ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്ത പോലെ ഒരുമാതിരി. ഞാൻ എൻവേർഡ് ഉപയോഗിക്കുന്നില്ല, എൻ ഫോർ ലൈഫ്. ഓക്കെ. ഈ സിന്നേഴ്സൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹാങ് ഓവറിലായിരിക്കും സാധനം ഇട്ടത്. താങ്ക് യു ഫോർ യുവർ ഫ്യൂവൽ ഇൻ ദ ഫയർ, നോ ഇറ്റ്സ് ഗോൺ ബേൺ ലൈക്ക് നെവർ ബിഫോർ എന്നുള്ള സാധനമാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ എൻവേർഡ് കുറച്ച് സീനാണ് പരിപാടി. ഓക്കെ. അപ്പോൾ ഈ എൻവേർഡ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതിലും കുറച്ച് സീനാണ്. അത് അവർക്ക് തമ്മിൽ ഉപയോഗിക്കാം. ഞാൻ അവർ എന്ന് പറഞ്ഞത് മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടോ. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല അവർക്ക്. അല്ലാത്ത പക്ഷം നോർമലായിട്ടുള്ള ആളുകൾ എൻ വേർഡ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കുറച്ച് സീനുണ്ട്. ഈ പോസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചത് ഇതിൽ എൻ വേർഡ് ഉപയോഗിച്ചതുകൊണ്ട് മേ ബി ആരെങ്കിലും ഒരു റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് അടക്കം അടിച്ചു പോണ കേസാണെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും എൻ വേർഡ് പിന്നെ മാറ്റി കമൻറ്റ് ബോക്സ് ഓഫാക്കി. ഓക്കെ. അത്യാവശ്യം ആളുകൾ വന്നിട്ട് ഉളുപ്പ് വേണം, ഇങ്ങനെ വെളുപ്പിക്കുക എന്നുള്ള സംഗതി വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഖാലിദ് റഹ്മാനെ പിന്തുണച്ച് പോയ നസ്ലിനും ബാക്കി ടീമുകളും എല്ലാവരും മെല്ലെ ജിംഷി ഖാലിദിൻ്റെ പോസ്റ്റിൽ നിന്ന് കമൻറ്റ് ബോക്സ് ഓഫാക്കിയതോടുകൂടിയാണ് മാറി. അത് വലിയ രീതിയിലാണ് ഫ്ലെയർ ആയില്ല. ഓക്കെ. എന്താണെങ്കിലും എൻ വേർഡ് മാറ്റി കമൻറ്റ് ബോക്സ് ഓഫാക്കി ആ പോസ്റ്റ് അതങ്ങനെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈ സംഗതി മനോരമ ന്യൂസിൽ വന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് അതിലും വലിയ കോമഡിയായിരുന്നു. കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും പിന്നെ അവിടെ മതം പറഞ്ഞുള്ള സംഗതി ആയില്ലോ. ഏത് ഇവരുടെയൊക്കെ പേരുകൾ പ്രശ്നമാണല്ലോ. അത് വേറെ സ്കീം. ഇവർ ഓൾറെഡി ഓക്കെ, അവർക്ക് വിമർശനമുണ്ട്, ഞാനടക്കമുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും ഇതിങ്ങനെ വന്നിട്ട് വൈറ്റ് വാഷ് അടിക്കേണ്ട സാധനമല്ല. ഓക്കെ. ഒരു കേസിൽ പിടിച്ചൊരു സംഗതി ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല. ഓക്കെ. അറ്റ്ലീസ്റ്റ് അത് പോയിട്ട് തിരിച്ചിട്ട് പോരാതിരിക്കുക എന്നുള്ളൊരു പരിപാടിയെങ്കിലും റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കണം. ഇത് അതൊരു സൈഡിൽ നിൽക്കുമ്പോഴും ഈ ന്യൂസ് വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ
മതം നോക്കി, എസ്പെഷ്യലി നെസ്റ്റിൻ്റെയൊക്കെ മതം നോക്കി, അവനെങ്ങനെയാണ്, അവൻ്റെ പേരെങ്ങനെയാണ്, അവൻ്റെ മതം എങ്ങനെയാണ്, അങ്ങനെ എങ്ങനെയെന്നുള്ള വർത്തമാനത്തിൻ്റെ കമൻറ്റ് ബോക്സിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഓക്കെ, എന്താണെങ്കിലും ആ സംഗതി അങ്ങനെ അങ്ങോട്ട് വലിയ രീതിയിൽ കത്താതെ സിനിമാ ഗ്രൂപ്പുകളിലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അതങ്ങനെ നിന്നുപോയി. അതാണ് ഇന്നത്തെ തുടക്കം. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകള്, പേരക്കുട്ടി, ഇത് മറ്റേ സംഗതി. ഞാനും അപ്പനും അപ്പൻ്റെ സഹോദരി സുഭദ്രയും ഞങ്ങളാണ് കമ്മിറ്റി എന്ന് പറഞ്ഞ പോലെ വിഴിഞ്ഞം തുറമുഖം ഇനാഗറേഷൻ പരിപാടികളൊക്കെയാണല്ലോ. എൻ്റെ റിവ്യൂ മീറ്റിങ്ങിന് ഇവർ കയറിയിരിക്കുന്നത് എന്തുവാണ് ഇത്? സത്യം നേരത്തെ പറഞ്ഞത്, ഞാനും അപ്പനും അപ്പൻ്റെ സഹോദരി സുഭദ്രി എന്ന് പറഞ്ഞ അവസ്ഥയിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ റിവ്യൂ മീറ്റിംഗ് മുഖ്യമന്ത്രിയുടെ പരിവാരം എല്ലാവരും കൂടിയും കയറി ഇരുന്നിട്ട് ഇപ്പോൾ അത് വിലയിരുത്തിട്ട് കേരളം മൊത്തത്തിൽ ഒരു എഴുതി കൊടുത്താൽ അങ്ങനൊരു സ്കീം കാണാനിടയായി. കാണുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നാളെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഷെയർ ചെയ്ത ആളുകൾ തന്നതും ഞാനിന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുക്കാൻ വന്നതുമായിട്ടുള്ള മെയിൻ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നടക്കുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്രോഗ്രാമാണ്. ഞാനിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് പോലെ മീഡിയ വണ്ണിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സും സ്ഥിരമായിട്ട് കാണാറുണ്ട്. ശുദ്ധീകരണമോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതൊക്കെ വേടൻ വിഷയത്തിലാണ് സംഗതി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡിന് ഇതുവരെ റിപ്പോർട്ടർ ചാനലിന് കിട്ടാത്ത അത്ര പോസിറ്റീവ് കമൻറ്റ് ബോക്സാണ് കിട്ടിയിട്ടുള്ളത്. ഫൈൻ. കഴിഞ്ഞ കുറേ വീഡിയോയിൽ പറഞ്ഞ പോലെ വേടൻ എന്ന വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി, അയാളുടെ ആശയങ്ങൾ, അയാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഒക്കെ പേഴ്സണലി ഇഷ്ടമാണെങ്കിലും ആ വ്യക്തി ലഹരിയിൽ നിന്ന് മുക്തനായി പുറത്തു വന്ന് ഇതൊക്കെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യക്കാരനാണ് ഞാൻ. അത് വളരെ കൃത്യമായിട്ട് പറയുന്നു. ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ലഹരി ഉപയോഗത്തിന് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനോ ആ ലഹരി ഉപയോഗത്തിനെ വെള്ളപൂശി സംസാരിക്കാനോ ഞാൻ റെഡിയല്ല. ഓക്കെ, അതിന് എത്ര ചെറിയ ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാലും അത് നല്ല കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തരാൻ കാരണം ആളുകൾ കണ്ടോ, നീ കാണും ഇവരെങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓൾറെഡി വേടൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിൽ നിന്ന് വേടൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ എതിർപ്പുള്ള ആളുകൾ ഭയങ്കരമായിട്ട് വേടൻ എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പറയടിക്കുന്നുണ്ട്. ഒരു സൈഡിൽ സോഷ്യൽ മീഡിയയിൽ വേടന് വേണ്ടി വേടൻ്റെ നിറവും വേടൻ്റെ ജാതിയും വേടൻ പറയുന്ന രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ടീം ഇരവാദം മുഴക്കിയിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അവരെ അരോചകമാണ്. ഓക്കെ, സീരിയസ്ലി. കാരണം വേടൻ തന്നെ സമ്മതിച്ചൊരു കാര്യം. ഇപ്പോൾ ഈ പുലിപ്പല്ലിൻ്റെ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ സ്ക്രീനിൽ വെച്ച പോലെ നാളത്തേക്ക് ചിലപ്പോൾ ഇത് സെറാമിക് പല്ലാവാം, അല്ലെങ്കിൽ പുഴുപ്പല്ലാവാം. ശ്രീ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിലുള്ള 2 എണ്ണം ഉണ്ട്. നഖമാണോ പല്ലാന്നോ അറിയാൻ പാടില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല പുഴുപ്പല്ലാണോ അതോ വല്ല സെറാമിക് പല്ലാണോ ഫൈബർ പല്ലാണോ എന്നുള്ളതൊന്നും ഒരു പിടുത്തവുമില്ല. ഓക്കെ, അതാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു കേസായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു അന്വേഷണം എന്താണെങ്കിലും അതിന് വരും. കാരണം കുറച്ച് പേര് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് DGPക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ വേടൻ വിഷയം സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ സംസാരിച്ചപ്പോഴും പിന്നെ കുറേ പേര് സംസാരിക്കുമ്പോഴും ഒരു കൈൻഡ് ഓഫ് എനിക്ക് ഈ സൊസൈറ്റിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവാൻ കാരണം എന്താ പറയുക, പച്ചലയ്ക്ക് ഇത്ര ആരാധകരുണ്ട്, പച്ചലയ്ക്ക് ജാതി ആരാധകർ. പണ്ട് മദ്യപാനികൾ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഓക്കെ, മദ്യപാനികളായിട്ടുള്ള കുറേ പേരുണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളൊരു കമൻറ്റ് ബോക്സിൽ ചീത്ത പറയും. ഇത് പച്ചല ആരാധകരെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ല. നമ്മുടെ രാജ്യത്ത് അത് ലീഗലല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് കൈവശം വയ്ക്കാൻ പാടില്ല. ഇനി അത് ലീഗലാക്കണം എന്ന് പറയുന്നവർ അവരായിരിക്കും ഈ മാരകമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ സംസാരിച്ചവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ പോസിറ്റീവ് കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് സംസാരിക്കണം തോന്നി.
ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പം 3 പ്രധാനപ്പെട്ട സംവിധായകരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അല്ലേ? ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, അതുപോലെ തന്നെ ഛായാഗ്രഹനായിട്ടുള്ള സമീർ താഹിർ. ഈ 3 പേരും അസാമാന്യ പ്രതിഭകളാണ് കേട്ടോ. അവരുടെ സിനിമകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കേരളം ഇഷ്ടപ്പെട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ ഭീമൻ്റെ വഴിയാണെങ്കിലും, ഉണ്ട എന്ന സിനിമയാണെങ്കിലും, തല്ലുമാലയാണെങ്കിലും, അതുപോലെ തമാശയാണെങ്കിലും, ഇപ്പോൾ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന ക്ലബ്ബാണെങ്കിലും, ആ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള വളരെ പ്രതിഭാധനരായിട്ടുള്ള പിന്നെ ആർട്ടിസ്റ്റുകളാണ്, സംവിധായകരാണ് ഈ 3 പേരും എന്ന് പറയുന്നത്. ആ 3 പേരും കൂടി ഉപയോഗിച്ച കഞ്ചാവിൻ്റെ അളവെത്ര, അവിടുന്ന് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവെത്രയാണ്? 1.6 ഗ്രാം, 2 ഗ്രാം തികയില്ല. ഞാനത് ഒരു ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല, അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ വേടൻ്റെ കാര്യം പറഞ്ഞു. ഈ വേടനും 9 പേരും കൂടി 5 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണല്ലോ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങ് വിടും. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങ് വിടുന്ന ചെറിയ കേസുകളാണ് ഇതൊക്കെ. പക്ഷേ ഇത് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? സെലിബ്രിറ്റീസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ വാർത്താ ചാനലുകളും ഇന്ന് 24 മണിക്കൂറും ഇത് തന്നെയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളതിന് നിർബന്ധിതരാകുകയാണ്. കാരണം അതിൻ്റെ ആ വാർത്തയുടെ കൺസംഷൻ അത്ര കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെ കേന്ദ്രീകരിച്ച് ഈ ചെറിയ റെയ്ഡുകൾ നടത്തി ഈ ചെറിയ കേസുകൾ പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന വളരെ പ്രതിഭാധനരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ സിനിമാ സംവിധായകരെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സൈസുകാർ പറഞ്ഞത് കഴിഞ്ഞ ഏതാണ്ട് 6 മാസമായിട്ട് അവർ ഈ സമീർ താഹിറിൻ്റെ വീട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫ്ലാറ്റ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൃത്യമായൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ റെയ്ഡ് നടക്കുന്നത്. എന്നിട്ട് പിടിച്ചെടുത്തത് 1.6 ഗ്രാം കഞ്ചാവാണ്. ഓക്കെ, അപ്പോൾ പച്ചല എന്ന് പറഞ്ഞ സാധനം, ആ സാധനം അത്ര ഡേഞ്ചർ അല്ല. അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് വിഷയം. അതിവിടെ കൊണ്ടുവരുന്നത് ആര്, അതെന്തുകൊണ്ട് പിടിക്കുന്നില്ല, കൊണ്ടുവന്ന ആളുകളെക്കുറിച്ചുള്ള അന്വേഷണം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ആ ബേസിക് ചോദ്യം അത് തന്നെയാണ്. ഇവിടെ പലരും സംസാരിച്ചപ്പോഴും എൻ്റെ മൈൻഡിലേക്ക് തോന്നിയതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു PR സ്റ്റണ്ട് ഇവിടെ നടക്കുന്നുണ്ടോ ഗവൺമെൻറ്റിൻ്റെ? ഞങ്ങൾ ക്ലീനാണ്, ഞങ്ങൾ അടിപൊളിയാണ്, ഞങ്ങളുടെ അവസാനത്തെ വർഷമാണ്, ഞങ്ങളുടെ 4 വർഷം തികച്ചതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, കൂട്ടത്തിൽ ഇതേപോലെ ഞങ്ങൾ ഈ നാടിനെ ക്ലിയർ ആക്കാൻ പോവുകയാണ്, ഇനി നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചാൻസും കൂടി തന്നാൽ ഞങ്ങൾ ഇനി ഒരു 5 വർഷം. ഈ ഒരു സ്കീം ഇതിനകത്ത് എവിടെയോ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇനി അങ്ങോട്ടൊരു കൊല്ലം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ ഓഫ് ദി കൺട്രി ഓഫ് ദി ഇന്ത്യ ആയിരിക്കും. അങ്ങനെയാണത്. അതിനുവേണ്ടി ഇനി ഒരു വമ്പന്മാരെയും വിടില്ല. നാട്ടിൽ സാധാരണക്കാർക്കൊക്കെ നീതി, നിയമം അങ്ങനെയൊക്കെ ഭയങ്കരമായിരിക്കും. മറ്റേ മാവേലി നാടുവാണിടും കാലം എന്ന് പറഞ്ഞാൽ അതിൽ തിരുവാതിരയൊക്കെ വെച്ചിട്ട് പിണറായി സഖാവിനെ അങ്ങട്ടങ്ങട്ട് പൂശി വിടും എന്നുള്ള സ്കീമുണ്ട്, ഇല്ലാതെ ഒരിക്കലും അറിയില്ല. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള പച്ചല സാധനങ്ങൾ മാത്രം പിടിച്ച്, അതും സിനിമാക്കാരെ പിടിച്ച്, സെലിബ്രിറ്റികളെ പിടിച്ച് അത് വാർത്തയാക്കി ഞങ്ങളെന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണിച്ചു കൂട്ടാനുള്ള സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു തരം പരിപാടിയല്ലേ ഇവിടെ നടക്കുന്നേ എന്നുള്ള ചോദ്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ ഇവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവർ ഈ പറയുന്ന പച്ചലയെ നോർമലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പച്ചലയുടെ ഉപയോഗത്തിന് അത്ര അതിലെ വിഷയമൊന്നുമില്ല. ലോകരാജ്യത്ത് എല്ലായിടത്തും ഈ സംഗതി ഇപ്പോൾ ഭയങ്കരമായിട്ട് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ലോകത്തെ എവിടെയും ലീഗലൈസ് ചെയ്തോട്ടെ, നമ്മളെ നാട് ഇത് ലീഗലൈസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ എന്നുള്ളതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ലീഗലായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ അടിച്ചിട്ട് തന്നെ പല പ്രശ്നങ്ങളും നാട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കഞ്ചാവിനെ ലോകത്ത് പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും, വികസിത രാഷ്ട്രങ്ങൾ തന്നെ ഒരു ലഹരിയായി, വലിയൊരു ലഹരിയായി കാണുന്നില്ല. ഇപ്പോൾ ഒരു വലിയ ഒരു ഡ്രഗായിട്ടല്ല പിന്നെ കഞ്ചാവിനെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അമേരിക്കയിലെ എത്ര പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് വാഷിങ്ടൺ DC ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 4 ചെടികൾ വളർത്താം. അമേരിക്കയിലെ നിയമമാണ്. ഇത് തന്നെ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്, കാനഡയിലുണ്ട്, ഉറുഗ്വേയിലുണ്ട്. ഉറുഗ്വേയിലൊക്കെ 40 ഗ്രാം വരെ കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ലഹരിയായിട്ടാണ് ലോകം അതിനെ വീക്ഷിക്കുന്നത്. പല തരത്തിലുള്ള മാറ്റങ്ങൾ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ലോകത്തിന് പല സമീപനങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കഞ്ചാവ് വേട്ട എന്ന് പറയുന്നത്, കേരളത്തിലൊക്കെ എത്ര കാലമായിട്ട് കഞ്ചാവുണ്ട്. കഞ്ചാവ് എന്ന് മാത്രമല്ല, കഞ്ചാവ് കൃഷി എത്ര വനപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്, എത്ര ഹിൽ സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് പോയാൽ ഒരു 10-20 കടകൾ എടുത്താൽ ഏതെങ്കിലും ഒരു കടയിൽ കഞ്ചാവ് വിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വയലൻസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ കഞ്ചാവിനെ ഒരു ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നടന്നു
കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ചാവ് വേട്ടയാണ്. കഞ്ചാവ് വേട്ടയാണോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സംസ്ഥാനത്തെ? ഷൈൻ ടോം ചാക്കോയുടെ കേസ് വളരെ സീരിയസാണ്. കാരണം വിൻസി എന്താ പറഞ്ഞത്? ഒരു വൈറ്റ് പൗഡർ തുപ്പുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. രാസലഹരിയാണ് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ രാസലഹരി വേട്ടയാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ആ രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ പോകുന്നുണ്ടോ, അതോ ഈ പറയുന്ന വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിടിക്കാവുന്ന ആളുകളാണ് ഇവരെയൊക്കെ കുറിച്ച് നേരത്തെ തന്നെ പൊതുസമൂഹത്തിൽ ഇവരൊക്കെ പിന്നെ ഇത്തരത്തിലുള്ള കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരണങ്ങളുണ്ട്. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ പോയിട്ട് റെയ്ഡ് നടത്താം. ഈ പറഞ്ഞു വന്ന കാര്യം ശരിയാണ്. അതായത് സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള സിനിമാക്കാരെ, അതും സിനിമാക്കാരിൽ തന്നെ ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ട് സ്ഥിരമായിട്ട് കേസുകളോ അല്ലെങ്കിൽ പ്രീവിയസ് കേസുകളുള്ള ആളുകളോ അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമുക്കറിയാം ഖാലിദ് റഹ്മാൻ ഒരു പ്രീവിയസ് കേസുണ്ട്, വേടൻ ഒരു പ്രീവിയസ് കേസുണ്ട്, ഷൈൻ പ്രീവിയസ് കേസുണ്ട്, ശ്രീനാഥ് വാസി പ്രീവിയസ് കേസുണ്ട്. ഇതൊന്നും അല്ലാതെ വേറെ പേരുകളില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിൽ ഇതൊരു ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ അടിപൊളിയാണ്, ഞങ്ങൾ ഇവരെ പിടിക്കുന്നുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു സ്റ്റണ്ട് അത് വേറെ. പക്ഷേ ഈ സാധനമൊക്കെ ലോകരാജ്യങ്ങളിലൊക്കെ ആക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ എന്നുള്ള ചോദ്യം വരുമ്പോൾ 4 കയ്യിൽ വെക്കാന്ന് പറഞ്ഞാൽ 40 വെക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, വീട്ടിൽ 5 തൈ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ മേടിച്ച് 50 അല്ല 500 തൈ വെക്കും. അതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ. ഇനി എന്ത് അഷ്വറൻസ് കൊടുക്കാൻ പറ്റും ഇതൊരു തുടക്കമാവില്ല എന്നുള്ളത്? സിഗരറ്റ് വലിച്ചവൻ നാളെ പച്ചല വലിക്കുക എന്നുള്ളത്. സിഗരറ്റൊന്നും പച്ചലയൊന്നും കിക്ക് പോരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത മൂത്ത സാധനത്തിലേക്ക് പോകും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ മദ്യപിക്കുന്നവരുടെ സഭയിൽ പോയിരിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുടെ കൂടെ നിൽക്കാറുണ്ട്. ഈ സാധനങ്ങൾ ഇപ്പോൾ ഈ കേട്ടുകളിലുള്ള സാധനങ്ങളിൽ പലതും ഉപയോഗിക്കുന്ന വ്യക്തികൾ എൻ്റെ ചുറ്റും ഇരുന്ന് ബാംഗ്ലൂരിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സെൽഫായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്. ഞാൻ ലൈഫിൽ ഇതൊന്നും ഉപയോഗിക്കില്ല, തൊടില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അത് തന്നെ ആയിരിക്കണം എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വേടൻ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. പക്ഷെ ലൈഫിൻ്റെ പല സ്റ്റേജിലായിട്ട് ഈ സാധനത്തിൻ്റെ ഉപയോഗം കാരണം അയാൾക്ക് കാല് തെറ്റിയില്ലേ? മനസ്സിലായി? ഇപ്പം അയാൾക്ക് സപ്പോർട്ട് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊരു വളം വെച്ച് കൊടുക്കലാണ്. ശരിക്കും അത് ചെയ്യാൻ പാടില്ല അയാളോട്. ഓക്കെ, ഇതൊന്നും വലിച്ചു കയറ്റി അടിച്ചിട്ടുള്ള ക്രിയേറ്റിവിറ്റി അല്ലാതെ നോർമലായിട്ട് വരുന്ന ക്രിയേറ്റിവിറ്റി അത് വേറെ രസമാണ്. ഇത് ഭയങ്കര നോർമലൈസ് ചെയ്യുകയാണ് പല സംസാരങ്ങളിലും. ഇപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ നടക്കുന്ന വേട്ടകൾ, ഈ നടക്കുന്ന കുറേ PR സ്റ്റണ്ടുകൾ ഇതൊക്കെ അരിഭക്ഷണം കഴിക്കുന്നതിന് മനസ്സിലാവുന്ന പരിപാടിയാണ്. പക്ഷേ ഇതിനിടയിൽ കൂടി ഇവർ ഈ നോർമലൈസ് എന്ന സാധനം സൊസൈറ്റിയിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മാതാപിതാക്കളോട് പറയുകയാണ്, പാരൻസിനോട് പറയുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്തവായി പഠിച്ചിരുന്ന് പറയുന്നതായിട്ട് തോന്നാം. ആണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ. നിങ്ങളുടെയൊക്കെ മക്കളൊക്കെ ഇതെന്തോ ഭയങ്കര നോർമൽ കൂൾ തിങ് മനസ്സിലായി? ഭയങ്കര കൂളാണ്, മനസ്സിലായില്ലേ? അത് ഭയങ്കര ഡേഞ്ചറാണ്. തുടക്കം ഇതിൽ നിന്നാവും. ഇത് ലീഗലൈസ് ചെയ്ത് ഇതിൽ നിന്ന് തുടങ്ങും. പിന്നെ അങ്ങോട്ട് വലിയ വലിയ സാധനങ്ങൾക്ക് പോകും. ചെയ്യിക്കരുത്. ഞാൻ പറയുമ്പോൾ ഈ സാധനം ഒന്നും തൊടിയിക്കരുത്. ഉള്ള മദ്യത്തിൻ്റെ അളവ് തന്നെ കുറയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതന്നെ കുറച്ച് കൊണ്ടുവരണം. എന്തിനാ നാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമുള്ളത്? പിന്നെ നാട്ടിലേക്ക് പൈസ വരാനാണെന്ന് ഈ ഒരു നാട്ടിലേക്ക് പൈസ കൊണ്ടുവരാൻ ഇഷ്ടംപോലെ വേറെ വഴികൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സാധനങ്ങളൊന്നും വിറ്റിട്ട് അതിൻ്റെ ടാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സിനിമാക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് പിടിക്കുന്ന PR വർക്ക് ഈ സംഗതി നേരെ ഒന്ന് തിരിച്ചിട്ട് ഇവിടെ IT മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളും പാർട്ടി ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ള ആളുകളെ കിട്ടും. ഇതിലും മാരകമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ കിട്ടും. പക്ഷെ അതിൽ നിന്ന് PR ബെനിഫിറ്റ് കിട്ടില്ല, വ്യൂ കിട്ടില്ല എന്നുള്ളൊരു സംഗതി ചാനലുകൾക്കും ഉണ്ട്. PR മൈലേജ് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഗവൺമെൻറ്റിനുണ്ട്. വേടൻ എന്ന ഗായകൻ, അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, അയാൾ കടന്നു വന്ന സാഹചര്യം, അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോൾ ഈ പിടികൂടി എന്ന വാർത്തയ്ക്ക് ശേഷം വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം 6 ഗ്രാം കഞ്ചാവുമായിട്ട് 9 പേരെയാണ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നത്. ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വേടൻ്റെ ഫ്ലാറ്റല്ല. അവിടെ ഈ സംഗീത റിഹേഴ്സലിന് വേണ്ടി പോകുന്ന സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ 9 പേരിൽ നിന്നും 6 ഗ്രാം എന്ന് പറയുന്നത്, 6 ഗ്രാം എന്ന് വെച്ചാൽ
ഒരു ബീഡി തെറുക്കാനുള്ള അത്രയും ഇല്ല എന്നാണ് ഈ കഞ്ചാവിനെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കുറവാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ വലിയ ഹൈപ്പ് ഉണ്ടാക്കുക. വേടൻ്റെ കൂടെ ഉണ്ടായിരുന്ന 9 പേരുടെ പേര് ആർക്കും അറിയില്ലല്ലോ. വേടൻ എന്ന ഗായകനെ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ ഗായകൻ ഈ സംഗീത പരിപാടികളിലൊക്കെ മുന്നോട്ട് വെച്ചതിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് വലിയ തോതിൽ വേടൻ പിടികൂടിയതിനെ ആഘോഷിക്കുന്നത് എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. കഞ്ചാവാണോ രാസലഹരിയാണോ എന്ന ചോദ്യം വരുമ്പോൾ ഈ വേടൻ തന്നെ നേരത്തെ നൽകിയ സന്ദേശത്തിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ് എന്ന് പറയുമ്പോൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ അപ്പനമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അതിൽ നിന്നും നിങ്ങളെ അകറ്റണം എന്ന് പറയുന്നു, ഉപദേശിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ് എന്നൊരു ഉപദേശ രൂപേണയാണ് അയാൾ പറയുന്നത്. അപ്പോഴും അത് കഞ്ചാവല്ല, അത് സിന്തറ്റിക് ഡ്രഗാണ്. അതാണ് ഏറ്റവും അപകടകരം. അയാളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് ഉപയോഗിച്ച് കടന്നു പോയിട്ടുണ്ടാകാം, ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും അതാണത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വേടൻ എന്ന ആളുടെ കയ്യിൽ നിന്നും 6 ഗ്രാം എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു. പിന്നെ അതിപ്പോൾ എന്താ പുലിയുടെ പല്ല് കണ്ടെത്തിയെന്നോ, പുലിയുടെ പല്ല് ഒരു മാലയിൽ പുലിയുടെ പല്ല് കണ്ടെത്തി. അപ്പോൾ ഇനി ജാമ്യമില്ലാ കേസാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഏത് തരത്തിലുള്ള വഴിതിരിച്ചു വിടലാണ് എന്ന് എനിക്കറിയില്ല. അയാൾ തായ്ലൻഡിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു. എന്തായാലും പുലിയെ വേട്ടയാടിയിട്ട് ഒരു പല്ലെടുത്തിട്ട് കൊണ്ടുവന്ന് കഴുത്തിലിട്ടതല്ലോ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയേ അതിനെ കാണാനുള്ളൂ. ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചിട്ട് എന്തായി? അപ്പോൾ പുലിപ്പല്ല് തേടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതൊരു വാർത്തയാക്കുക. ഞങ്ങളിതാ സിനിമാ മേഖലയിൽ വലിയ വേട്ട നടത്തുന്നു. ലഹരി വേട്ട എന്ന് ഇതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ലഹരി വേട്ടയല്ല, ഇത് വാർത്തയാകാൻ വേണ്ടി എന്നും ഒരു പോലീസ് റിലീസ് തരുന്നുണ്ട്, ഇന്ന് ഇത്ര പിടികൂടി എന്നുള്ളത്. അത് വേണം, അത് വേണ്ടത് തന്നെയാണ്. അതായത് ഇതൊരു സ്മൃതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്മൃതി പറഞ്ഞ ഈ എമൗണ്ട്, സ്മൃതി ഈ ന്യൂസൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. നിങ്ങളുടെ ചാനലിൽ തന്നെ കൃത്യമായിട്ട് എക്സൈസ് ഓഫീസേഴ്സ് കൊടുത്ത എക്സ്പ്ലനേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫ്ലാറ്റിൽ നിന്ന് പിടിച്ച സാധനത്തിൻ്റെ അളവ് അത്രയാവാൻ കാരണം ബാക്കിയുള്ളത് അവർ അടിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ബാക്കി വന്ന സാധനമാണ് ആ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എത്ര ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ മറ്റേ യൂണിവേഴ്സൽ റിസർച്ച് ഒന്നും നടത്തി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അടുത്ത കാര്യം, FIRൽ വേടനല്ലാതെ ബാക്കിയുള്ളവരുടെ പേര് അറിഞ്ഞില്ല, നിങ്ങൾ അറിയിച്ചില്ല. ഇത് FIRൻ്റെ കോപ്പി ന്യൂസ് ചാനലിൽ കിട്ടേണ്ട, ഇഷ്ടം പോലെ കിട്ടും. മനസ്സിലായോ? ഏതാണോ സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ കയറി അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ FIR ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാനൊരു ഇൻഡിവിജ്വൽ ചാനലാണ്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എനിക്ക് ആ പേരുകൾ പുറത്ത് വിടുന്നതിൽ, അങ്ങനെ ആ ഒരു അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ വിടുന്നതിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്കത് പ്രശ്നമല്ല, നിങ്ങൾ ന്യൂസ് ചാനലാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കും. ഇത് നടന്ന അന്ന് തന്നെ നമുക്ക് FIR കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ വകുപ്പ്, എവിടെ, എന്താണ് അതിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതിൻ്റെ കാര്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ അതിൻ്റെ സാധനം വേണമെങ്കിൽ ഒരു സൈഡിൽ വയ്ക്കാം. ഇതേപോലെ ഇതിനകത്ത് എല്ലാ പേരുകളും ഉണ്ട്. എനിക്ക് ഈ വന്ന 9 ആളുകളുടെ പേരും അറിയാം, ഡീറ്റെയിൽസ് അറിയാം, ഫോൺ നമ്പർ അറിയാം, അഡ്രസ്സ് അറിയാം. ചാനലിന് കിട്ടാത്ത പരിപാടിയൊന്നും അറിയില്ലല്ലോ. ഇത് മാത്രമേ വന്നുള്ളൂ, നിങ്ങളതേ കൊടുത്തുള്ളൂ. നിങ്ങളെ ചാനലടക്കമുള്ളവർ തമ്മിലും സാധനവും ഫോട്ടോ ഒക്കെ സെറ്റാക്കി നല്ല ക്യാച്ചി ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ കൊടുത്ത എന്താ പ്രശ്നം? നിങ്ങൾക്ക് പ്രശ്നം തന്നെ, എന്നെപ്പോലുള്ളവർക്ക് പ്രശ്നമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, കൊടുക്കാമായിരുന്നല്ലോ. നിങ്ങൾക്കും കൂടി ബെനിഫിറ്റുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊക്ക് ഉപദേശം ഒപ്പം എന്നുള്ള കാര്യം, അതാണ് ഇപ്പോൾ ഇവിടെ സത്യത്തിൽ സ്മൃതിൻ്റെ വായന ഞാൻ കേട്ടത്. ഓക്കെ, സ്മൃതി ഒരു വഴിക്ക് ഞാൻ എടുത്തത്. നമ്മുടെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഇതൊരു ഹോളി ഉത്സവ കാലത്താണ് നമ്മുടെ വേടൻ്റെ ഒരു പരിപാടിക്കിടയിൽ ഈ സബ്സ്റ്റൻസ് കണ്ടെത്തിയതെങ്കിൽ, അത് പാലിൽ കലക്കിയാണ് കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു കേസല്ല, പ്രസാദമാണ്, ഭാങ്കാണ്. അവിടെ ഭാങ്കായിട്ട് ഉപയോഗിക്കുന്ന, മിൽക്ക് ഷേക്കിൽ ഉപയോഗിക്കുന്നതാണ് ഈ മേരിജുവാന. ഇതൊന്നും തരത്തിൽ കഞ്ചാവിൻ്റെ ഉപയോഗത്തെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഇത് ഒരു വംശീയ വേട്ടയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, ആ ആളുകളെ മാത്രമല്ല ലക്ഷ്യമിടേണ്ടത്, ഇതിൻ്റെ സോഴ്സാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. ആ സോഴ്സിലേക്ക് നമ്മൾ പോകാതിരിക്കുമ്പോഴാണ് ഇതൊരു PR സ്റ്റണ്ടായിട്ട് മാത്രം മാറുക. ഓക്കെ, PR സ്റ്റണ്ട് എന്നുള്ള സംഗതിയൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിൻ്റെ സോഴ്സിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ കാര്യവും ഞാൻ സമ്മതിച്ചു. ഓക്കെ, പിന്നെ ഈ നാട്ടിൽ അവൻ്റെ കാര്യം, ആ സംഗതി സെറ്റപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ നിയമമൊക്കെ ഈ പറഞ്ഞ വലിയ വലിയ ടീംസിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സവർണനായ ഉന്നത കുലജാതനായ സുരേഷ് ഗോപിക്ക് കഴുത്തിൽ 2 പല്ല് നഖമിട്ട് നടക്കാമെന്നുണ്ടെങ്കിൽ വേടനിടാൻ പാടില്ല എന്നുള്ള സ്കീമൊക്കെ ഈ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ പാലിനകത്ത് സാധനം ഇട്ട് കളിക്കുക, ബാങ്കാവും, ഒളിക്ക് ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഓക്കെ, നമ്മളൊരിക്കലും
ഈ സംഗതിയെ അറിഞ്ഞോ അറിയാതെ ഒരിക്കലും പുഷ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യരുത്. ഇവരെടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇവർ പുഷ് ചെയ്യുന്നില്ല, ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. പിന്നെ പത്രമാധ്യമ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിനിമാക്കാരുടെ ഈ ലഹരി ഉപയോഗത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. ഈ ലഹരി ഉപയോഗം അല്ല ശരിക്കും സിനിമാക്കാരുടെ ഇടയിൽ മെയിൻ ചർച്ചയാണ്. ഈ ലഹരി ഉപയോഗത്തിൻ്റെ മറവിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് സ്വർണവും പെൺവാണിഭവും. സിനിമാക്കാരുടെ ഇടയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഒക്കെ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി സിനിമാക്കാരുടെ ഇടയിൽ ഈ സംഗതി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. മനസ്സിലായോ? ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നൊരു ലൈക്ക് എന്താ പറയുക മേജർ സോഴ്സ്, അതൊക്കെ അതിനൊക്കെ വേണ്ടി ഫണ്ട് ചെയ്യുന്നത് ഇതാണ്, ഈ സ്വർണവും ഈ പരിപാടികളുമാണ്. അറിയോ? ഇറച്ചിക്കച്ചവടം, സ്വർണം, ഇതൊക്കെയാണ് ഈ ഫണ്ടുകൾ വരുന്ന പരിപാടി. ഈ ലഹരി അതും കൂടി ഒന്ന് നോക്കാനുള്ളൊരു പരിപാടി നിങ്ങളൊന്ന്, അതായത് നമ്മളെ കൊണ്ടൊന്നാവില്ല, ന്യൂസുകാരെ കൊണ്ട് നടക്കും, നിങ്ങളെ കൊണ്ട് നടക്കും, കമോൺ പറ്റും. അതും കൂടി നോക്കിയാൽ അടിപൊളിയായിരിക്കും. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ പരിപാടികൾ. കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, വേടനെ ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ ആശയം ഭയങ്കര ഇഷ്ടമാണ്, അത് പറയുന്നത് രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പുലിപ്പല്ലിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ അയാളെ വെച്ച ട്രാപ്പാണോ എന്നുള്ളൊരു വീഡിയോ ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും സംശയം തോന്നിയിട്ടുണ്ടത്. കാരണം ഇപ്പോൾ അത് പോണ വഴി നോക്കുമ്പോൾ എടേ പെടുത്തിയ ചെക്കനെ എന്നുള്ളൊരു തോന്നൽ പുലിപ്പല്ലിൻ്റെ കേസിൽ കേട്ടോ. പക്ഷെ ലഹരിയുടെ കേസിൽ ഞാൻ വീണ്ടും പറയുന്നു, പച്ചരേൻ്റെ കേസിൽ ഒരു കാലത്തൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ദ ഫൈനൽ. അല്ലാതെ ഇത്രയല്ലേ യൂസ് ചെയ്തുള്ളൂ, ഇത് ഓർഗാനിക് അല്ലേ, ഇത് ഓർഗാനിക്, മറ്റത് ഓർഗാനിക് എന്നാണ് തുടങ്ങിയത്. വീഡിയോ നിന്ന് തുടങ്ങിയ ആളുകളാണ് പിന്നെ അപ്പുറത്തെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിലുള്ള കുറേ സാധനങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടികളും കാണുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നാളെ സുരേഷ് ഗോപിയുടെ മാല എന്താവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. രാത്രിക്ക് രാത്രി മാല ചിലപ്പോൾ അല്ല പശുവിൻ്റെ പല്ലാണെങ്കിലും, പുലിപ്പല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിൻ്റെ പല്ലായിരിക്കും ചിലപ്പോൾ കാണാം. അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഗോമാതാവേ.